ചിന്തയുടെ ശക്തി. തോമസ് എ എഡിസണുമൊത്ത് പങ്കാളിത്തം വേണമെന്ന് ചിന്തിച്ച മനുഷ്യൻ. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് എഡ്വിൻ സി ബാൺസ് ചിന്തിച്ചുകൊണ്ട് ധനികരാകുക എന്നത് എത്ര സത്യമാണെന്ന് കണ്ടെത്തുകയുണ്ടായി. ഈ കണ്ടെത്തൽ ഒരൊറ്റ തവണത്തെ ചിന്ത കൊണ്ട് വന്നതല്ല, സാവധാനത്തിൽ, കുറച്ചായി, മഹാനായ എഡിസന്റെ വ്യാപാര പങ്കാളിയാകുക എന്ന ഉത്കടമായ ഇച്ഛയോടെ തുടക്കമിട്ട് സംഭവിച്ചതാണ്. അദ്ദേഹത്തിന് എഡിസണോടൊപ്പം ജോലി ചെയ്യണം, എഡിസനു വേണ്ടി ജോലി ചെയ്യുകയല്ല. അങ്ങനെ എഡിസന്റെ പരീക്ഷണശാലയിലെത്തി. ആ ഉപജ്ഞാതാവിനൊപ്പം വ്യാപാര സഖ്യത്തിലേർപ്പെടാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചു. ബാൺസുമായുള്ള ഈ ആദ്യ സമാഗമത്തെക്കുറിച്ച് എഡിസൺ വർഷങ്ങൾക്ക് ശേഷം ഓർക്കുന്നതിങ്ങനെയാണ്: അയാൾ ഒരു സാധാരണ നാടോടിയെപ്പോലെ വന്നുകയറി എന്റെ മുന്നിൽ നിന്നു. എന്നാൽ അയാളുടെ മുഖത്ത് താൻ എന്തിനു വന്നോ അത് നേടിയിട്ടേ പോകുകയുള്ളൂ എന്ന ഭാവമുണ്ടായി. അത് ആ മുഖം വിളിച്ചു പറഞ്ഞിരുന്നു.